അള്ളാനെ പേടിയുള്ള ഒരു ഭാര്യയെ കിട്ടിയവന് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാനാണ്. കോടികളൊന്നും വേണ്ട, ഗ്ലാമറൊന്നും വേണ്ട. എന്തിനാ ഗ്ലാമർ? പായിപ്പാടുള്ള ചെറുപ്പക്കാരാ, ഗ്ലാമർ നോക്കല്ലേ, ഗ്ലാമർ ഒരിക്കലും നോക്കരുത്. എടാ, തൊലി വെളുത്തതാ, ഹൃദയം കറുത്തതാ. പക്ഷേ തൊലി കറുത്തതാ, ഹൃദയം വെളുത്തതാ. അതാ ഒരു സഹോദരൻ പറഞ്ഞ, ഉസ്താദ് ഇന്നിവിടെ ഒരു ഉമ്മ വന്നോ, എന്നോട് പറഞ്ഞ, ഉസ്താദേ മകളെ കാണാ പലരും വരുന്നുണ്ട്, പക്ഷേ നിറം കറുത്തതിന്റെ പേരിൽ കല്യാണം നടക്കുന്നില്ല. ആ പൊന്നുപെങ്ങൾ ഈ വയലിന്റെ സദസ്സിലുണ്ട്. ആ പൊന്നുമോളോട് പറയുന്ന, സങ്കടപ്പെടല്ലേ, സങ്കടപ്പെടല്ലേ, കറുപ്പിന്റെ വില നിനക്കറിയാഞ്ഞിട്ടാ, കറുപ്പിന്റെ വില നിനക്കറിയാഞ്ഞിട്ടാ. പടച്ചവനെ, നിറം കറുത്തതിന്റെ പേരില് ഒറ്റപ്പെടുത്തുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ. എടാ, പായിപ്പാടുള്ള നിറം കറുത്തു പോയ ചെറുപ്പക്കാരോട് പറയുകയാ, എന്തിനാ മോനെ പേടിക്കുന്നത്, എന്തിനാ മോനെ പേടിക്കുന്നത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ മസ്ജിദ് നബവിക്കകത്തേക്ക് കടന്നു ചെന്നപ്പോ അതാ ഒരു ചെറുപ്പക്കാരൻ പള്ളിക്കകത്തിരുന്ന് കരയുകയാ, ഒരു പള്ളിക്കകത്ത് സങ്കടത്തോടെ ഇരിക്കുകയാ. നബി തങ്ങൾ ചോദിക്കുന്നു, മോനെ എന്ത് പറ്റി മോനെ, നിന്റെ മുഖത്ത് വല്ലാത്ത ദുഃഖം കാണുന്നല്ലോ. ആ ചെറുപ്പക്കാരൻ നബി തങ്ങളോടൊന്നും പറഞ്ഞില്ല. നബി തങ്ങൾ ചോദിക്കുന്നു, എന്ത് പറ്റി മോനെ? യാ റസൂലല്ലാഹ്, സ്വർഗത്തിൽ പോകണമെങ്കിൽ ഗ്ലാമർ വേണോ നബിയേ? വെളുത്തവര് മാത്രമേ സ്വർഗത്തിലേക്ക് പോകുവോ? അള്ളാന്റെ റസൂലിന്റെ കന്തടം നിറയുകയാ. എന്തേ മോനെ അങ്ങനെ ചോദിച്ചതെന്തേ മോനെ? യാ റസൂലല്ലാഹ്, നിറം കറുത്തതിന്റെ പേരില് ഒരു പെണ്ണും എന്നെ ഇഷ്ടപ്പെടുന്നില്ല നബിയേ. എനിക്ക് പെണ്ണിനെ കെട്ടിച്ചു തരുന്നില്ല നബിയേ. എന്തിനാ കരയുന്നതെന്നറിയോ? നാളെ സ്വർഗത്തിൽ നിന്നും കറുത്തുപോയതിന്റെ പേരിൽ അള്ളാഹു എന്നെ പുറത്താക്കുമോ നബിയേ? കരഞ്ഞുകൊണ്ട് പറയുമ്പോ നബി തങ്ങൾ പറഞ്ഞ മറുപടിയാ, ചെറുപ്പക്കാരാ, ഗ്ലാമറില്ലാത്ത പെങ്ങള്, അള്ളാന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മോനെ, 4 കറുത്തവര് സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. 4 കറുത്തവരുണ്ടല്ലോ, 4 കറുത്തവരുണ്ടല്ലോ, അവര് സ്വർഗത്തിന്റെ നേതാക്കന്മാരാ. ആരാണെന്നറിയോ? ആരാണെന്നറിയോ? മഹാനായ സയ്യിദുനാ ബിലാൽ കറുത്തവനായിരുന്നടാ ചെറുപ്പക്കാരാ. ബിലാല് തങ്ങള് കറുത്തവനായിരുന്നോ, നീഗ്രയായിരുന്നോ, അടിമയായിരുന്നോ, മുടി ചുരുണ്ടവനായിരുന്നോ? പക്ഷേ ബിലാല് തങ്ങള് നബി തങ്ങളുടെ മുമ്പിലൂടെ സ്വർഗത്തിലോടിയടാ ചെറുപ്പക്കാരാ. നബി തങ്ങള് പറഞ്ഞു, ബിലാല് സ്വർഗത്തിലാണ്. ആഫ്രിക്കക്കാരനായിരുന്നടാ, നീഗ്രയായിരുന്നു, അടിമയായിരുന്നോ? ആ ബിലാല് സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുമ്പോ പായിപ്പാട് ഗ്ലാമർ ഇല്ലാത്തതിന്റെ പേര് സങ്കടപ്പെടുന്ന ചെറുപ്പക്കാരാ. സുന്ദരിയായ ഭാര്യ പറയുന്ന, നിങ്ങൾ എനിക്ക് ചേർന്നതല്ല, കാരണം ഞാൻ വെളുത്തത്, നിങ്ങൾ കറുത്തത്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, അള്ളാന്റെ ഖുർആനിൽ 114 സൂറത്തുണ്ട്. അതിലെ ഒരു സൂറത്തിന്റെ പേരെന്തെന്നറിയോ? സൂറത്തുൽ ലുഖ്മാൻ. ലുഖ്മാൻ എന്ന് പറയുന്ന ഒരു അധ്യായം കാണാം. ആ ലുഖ്മാൻ എന്ന് പറയുന്ന അധ്യായം എടുത്തു നോക്ക്. ഒരു വാപ്പ തന്റെ മകന് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമുണ്ട്. ആ ലുഖ്മാൻ ഹക്കീം തങ്ങളുണ്ടല്ലോ, കറുത്തവനായിരുന്നടാ ചെറുപ്പക്കാരാ.
ആ മനുഷ്യൻ കറുത്തവനായിരുന്നു. പടച്ചവനെ, സ്വർഗത്തിന്റെ നേതാവാണ് ലുക്മാൻ ഹക്കീം തങ്ങള്. ഗ്ലാമറില്ലാതെ സങ്കടപ്പെടുന്ന പായിപ്പാടുള്ള പെണ്ണ്, വെളുത്ത് ചുമത്ത് നടക്കുന്ന, നല്ല വെളുത്ത് ചുമന്നിരിക്കുന്ന ഭർത്താവ് കുറ്റപ്പെടുത്തും, നിനക്ക് ഗ്ലാമറില്ല, പ്രസവിച്ചപ്പോ നിന്റെ ഗ്ലാമർ പോയി എന്നെ സങ്കടപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, ആ കഅബാലയത്തിന്റെ മുറ്റത്ത് ചെല്ലുമ്പോ പടച്ചവനെ സംസം കിണർ കാണുമല്ലോ. ആ സഫാ മർവ എന്ന് പറയുന്ന മലഞ്ചെരുവില് ചെല്ലുമ്പോ ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ, ഇബ്രാഹിം നബിയുടെ പ്രിയപ്പെട്ട ഭാര്യയായ ഇസ്മായിൽ നബിയുടെ ഉമ്മയായ മഹദിയായ ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ കറുത്തവളായിരുന്ന പെങ്ങള്. ഹാജറ കറുത്തവളായിരുന്നു, ഹാജറ കറുത്തവളായിരുന്നു. പക്ഷേ ഹൃദയം വെളുത്ത പെങ്ങളെ, ഹൃദയം വെളുത്തതാ പെങ്ങളെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പായിപ്പാടുള്ള ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരെന്നറിയോ? കവലയിൽ ഒരു സെന്റ് ഉള്ളവനല്ലടോ പായിപ്പാടുള്ള ഏറ്റവും വലിയ ഭാഗ്യവാൻ. അവനൊരു ചെറിയ കുടിലാണുള്ളത്, വാടക വീടാണുള്ളത്. ആ വീടിനകത്ത് അല്ലാഹുവിനെ പേടിയുള്ള സ്വാലിഹത്തായ ഒരു ഭാര്യയുണ്ടോ? പടച്ചവനെ, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ചിരിക്കുന്ന മുഖത്തോട്, എന്തേക്കാ താമസിച്ചതെന്ത് എന്ന് ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ വാതിലിൽ കാത്തു നിന്നിട്ട് അവിടെ നിന്ന് വീടിനകത്തേക്ക് വിളിച്ചു കയറ്റി തന്റെ ചുമലിൽ കിടക്കുന്ന ഷാളെടുത്തിട്ട് പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഭർത്താവിന്റെ നെറ്റിത്തടം ഉയർത്തിരിക്കുകയാ. ആ ഭാര്യന്റെ ചോളിൽ കിടക്കുന്ന ഷാളെടുത്തിട്ട് ഭർത്താവിന്റെ നെറ്റിത്തടത്തിലെ വിയർപ്പം തുടച്ചു കൊടുത്തിട്ട് വായിക്കായിരിക്കുന്നു പറഞ്ഞ് പിടിച്ചിരുത്തിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം തരുന്ന ഭാര്യയുണ്ടല്ലോ, ഇക്കായെന്നല്ലാതെ അവള് വേറെ ഒന്നും വിളിക്കാറില്ല. ഭർത്താവിനെ ബഹുമാനിക്കുകയാ, ഭർത്താവിനെ ആദരിക്കുകയാ. ഭർത്താവ് പറയുന്നതിനപ്പുറമില്ല. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യയുണ്ടല്ലോ, എനിക്ക് മൊബൈല് വേണ്ട, വാട്സപ്പ് വേണ്ട, യൂട്യൂബ് വേണ്ട, TV വേണ്ട, സീരിയല് വേണ്ട, എപ്പോ നോക്കിയാലും അല്ലാഹുവിന്റെ ഖുർആനും ദിക്റുകളുമായി കഴിയുന്ന ഒരു സ്വാലിഹത്തായ ഭാര്യ ലഭിച്ച വല്ലാത്ത ഭാഗ്യവാനാ ചെറുപ്പക്കാരാ. അലിയാര് തങ്ങളുടെ കല്യാണം നടന്നു പൊന്നുമോനെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ നിബിതങ്ങളുടെ പൊന്നാര മകളുടെ വിവാഹം കഴിഞ്ഞോ, അവിടെ നിന്ന് പുതുമണവാട്ടി ഇറങ്ങി പോവുകയാ. എവിടേക്കാ പോകുന്നതെന്നറിയോ? അരിയാര് തങ്ങള് കുടുംബ വീട്ടിലാണ്, ഉമ്മയുണ്ട്, പെങ്ങന്മാരുണ്ട്, എല്ലാവരും താമസിക്കുന്ന ഒരു ചെറിയ വീടാണ്. ആ വീടിന്റെ ഒരു സൈഡില് ഈന്തപ്പന ഓലകൾ കൊണ്ടൊരു ചെറിയ റൂമുണ്ടാക്കുകയാണ്, ഒരു ചെറിയ റൂമുണ്ടാക്കുകയാണ്. ഈ റൂമിനകത്തേക്കാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ആ വീട്ടിലേക്കാണ് കടന്നു പോകുന്നത്. സുബ്ഹാനല്ലാഹ്, ഈന്തപ്പന ഓലകൾ കൊണ്ടുണ്ടാക്കിയ ചെറിയ റൂമിനകത്ത് അലിയാരിതങ്ങളും ഫാത്തിമ എന്ന് പറയുന്ന പുതുമണവാട്ടിയും കടന്നു പോവുകയാണ്. പടച്ചവനെ, മണിയറയ്ക്കകത്ത് കയറി വാതിലടക്കുകയാണ്. വിവാഹ ജീവിതത്തിലേക്ക് തുടങ്ങുകയാണ്. ആദിരാത്രി തുടങ്ങുകയാണ്. ഒരാടിന്റെയും പെണ്ണിന്റെയും ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും പൂവടിയുന്ന രാത്രിയാ. അരിയാരിതങ്ങൾക്ക് വലിയ സന്തോഷമായി. പടച്ചവനെ, രണ്ടുപേരും മണിയറയ്ക്കകത്താണ്. മണിയറയുടെ വാതിലടച്ചു. വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ തിരിയങ്ങ് താഴ്ത്തുകയാ. അലിയാരിതങ്ങള് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. കാരണം ഫാത്തിമയെ ലഭിച്ചല്ലോ, താൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടിയല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാ ഞാനാണല്ലോ. അലിയാരിതങ്ങള് ബെഡ്റൂമിന്റെ അകത്ത് നിൽക്കുമ്പോ ഒരു കരച്ചില് കേൾക്കുകയാ. മണിയറക്കകത്തൊരു കരച്ചില് കേൾക്കുകയാ. അലിയാര് തങ്ങൾ ഓടിച്ചെല്ലുന്നു. ആരാ അല്ലാഹ് കരയുന്നത്? മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മണിയറക്കകത്തിരുന്ന് കരയുന്നു. പെങ്ങളെ, മണിയറക്കകത്തിരുന്ന് കരയുകയാ.
അലിയാര് തങ്ങൾ ചോദിക്കുന്നു, എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഞാൻ പാവപ്പെട്ടവനായത് കൊണ്ടാണോ എന്നെ ഇഷ്ടപ്പെട്ടില്ലേ ഫാത്തിമ? അലിയാര് തങ്ങളോട് ഫാത്തിമ പറയുന്ന, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാലിയേ. പിന്നെ എന്തിനാ കരയുന്നേ? പിന്നെ എന്തിനാ കരയുന്നേ? പായിപ്പാടുള്ള പെങ്ങളെ, അള്ളാന്റെ റസൂല് വളർത്തിയ പൊന്നുമകള് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ മണിയറക്കകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കണച്ചപ്പോ, ഈ മണിയറക്കകത്ത് ഇരുള് വന്നപ്പോ എനിക്ക് ഖബറോർമ്മ വന്നു അലിയേ. എനിക്ക് ഖബറാ ഓർമ്മ വന്നത്. ഈ റൂമിനകത്ത് അലിയേ, നീ എന്റെ കൂടെ ഇരിക്കുമ്പോ ഈ വിളക്കണതപ്പ ഇത്ര ഇരുട്ടാണെങ്കില്, അല്ലാഹുവേ, പള്ളിപ്പറമ്പിൽ എന്തൊരു ഇരുളാ പടച്ചവര്, എന്തൊരു ഇരുട്ടായിരിക്കും തമ്പുരാന്. അലിയാര് തങ്ങളോട് പറഞ്ഞിട്ട് കരയുകയാ. കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രി പുതിയ പെണ്ണ് മണിയറക്കകത്തിരുന്നിട്ട് ഖബറിനെ കുറിച്ച് പറയുകയാ. കല്യാണം കഴിഞ്ഞ പെണ്ണ് മണിയറക്കകത്തിരുന്നിട്ട് ഭർത്താവ് ചോദിച്ചു, എന്തിനാ കരയണേ? ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഖബർ ഓർമ്മ വന്നെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. പലരും ആലോചിക്കുന്നുണ്ട്, പടച്ചവനെ ഞാനും കെട്ടി ഒരെണ്ണത്തിനെ വീട്ടിൽ കൊണ്ടുവന്നു. ആലോചിക്കാൻ പോലും വയ്യ. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇടും കെട്ടിക്കെട്ട് മണിയറയിലൊക്കെ പോയല്ലോ, ഒരു പാലെടുക്കും പകുതി 50-50. എല്ലാ ആചാരങ്ങളാ പടച്ചവനെ. റഹ്മാനായ അള്ളാഹ്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, കല്യാണം കഴിച്ച് മണിയറക്കകത്ത് പോയിരിക്കുമ്പോ പുതിയ പെണ്ണിനോട് പുതിയാപ്പിള ചോദിക്കും, 9ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒന്നുണ്ടായിരുന്നു, 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒരു പെണ്ണ്, സിനിമയ്ക്ക് പോയിട്ടുണ്ട്, കറങ്ങാൻ പോയിട്ടുണ്ട്, ബീച്ചിൽ പോയിട്ടുണ്ട്, എനിക്കൊരു 3-4 ലവ് ഉണ്ടായിരുന്നു, നിനക്കോടി? പുതിയ പെണ്ണിനോട് ചോദിക്കാൻ, നിനക്കോ? അവൾ അങ്ങോട്ട് എണ്ണാൻ തുടങ്ങി, എനിക്ക് 6ാം ക്ലാസ്സിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇതാ നമ്മുടെ അവസ്ഥ. എന്നാ നമ്മുടെ അവസ്ഥ ഇതാ. എന്നാൽ ഈ മകള് പറയാ, എനിക്ക് ഖബർ ഓർമ്മ വന്നിട്ടാ കരയണേ. അലിയാര് തങ്ങൾ ആണാ? അലിയാര് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, ഇതാണോ മോളെ ഇന്ന് രാത്രി പറയണ്ടേ? നീ ഇതാണോ പറയണ്ടേ? ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ, ഇന്ന് നമ്മുടെ മണിയറയാ. അലിയാര് തങ്ങളോട് ഫാത്തിമ ബീവിയോട് പറയുന്നു, ഇത് പറയേണ്ട സമയമാണിത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ പൂവണിയുന്ന രാത്രി എപ്പോഴാണോ നീ ഖബറിനെ കുറിച്ച് പറയുക? നമ്മുടെ മണിയറയല്ലേ, ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ. ഫാത്തിമ പറഞ്ഞു, അലിയെ, മണിയറ ഇവിടെ അല്ല. മണിയറ ഒരുക്കേണ്ടത് കല്യാണത്തിന്റെ 1ാമത്തെ രാത്രിയല്ല, പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ പോയി കിടക്കുന്ന 1ാമത്തെ രാത്രി. അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്. അള്ളാഹു ഒരുക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അവിടെയാണോ ഒരുക്കേണ്ടത്? ഇതെങ്ങനല്ല, കല്യാണത്തിന് വന്ന് കുറച്ച് ലൈറ്റും ബൾബും കുറച്ച് പൂക്കളും കെട്ടി എല്ലാം പോവും. പക്ഷെ മണിയറ ഒരുക്കേണ്ടത് പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്നെ കൊണ്ടുവന്ന് മലത്തി കിടത്തുമ്പോ മുൻകറും നക്കീർ എന്ന് പറയുന്ന 2 മലക്കുകൾ ഖബറിനകത്ത് വന്നിട്ട് പറയണം, ലം കനൗമത്തിൽ ആറൂസ്, പുതിയ ആപ്പള ഉറങ്ങണ പോലെ ഉറങ്ങിക്കോ, പുതിയ പെണ്ണ് ഉറങ്ങുന്നത് പോലെ ഇതിനകത്ത് ഉറങ്ങിക്കോ. അതിനൊരു പ്രയോഗമുണ്ട്. കാരണം എന്തേ? ഞാൻ മനസ്സിലാക്കുന്നത്, കല്യാണം കഴിഞ്ഞ് പുതിയാപ്പിളയും പുതിയ പെണ്ണും കിടന്നുറങ്ങുന്ന റൂമിലേക്ക് കുട്ടികളെ പോലും വിടൂല. ഇനി വാ, അവരെ ശല്യപ്പെടുത്തല്ലേ, ആരെയും വിടൂല. കാരണം എന്തേ? അതവരുടെ മണിയറയാ. ഇതുപോലെ മലക്കുകൾ പറയുകയാ, ഇതിനകത്ത് കിടന്ന് പുതിയാപ്പിള ഉറങ്ങുന്നത് പോലെ ഖിയാമത്ത് നാൾ വരെ ഉറങ്ങ്. അവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്ന് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. അള്ളാഹു നമുക്ക് ഒരുക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലിയാര് തങ്ങൾക്ക് ആകെ ഉള്ളത് എന്തെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഡബിൾ കോട്ട് കട്ടിലില്ല, വലിയ ബെഡ്റൂം ഇല്ല, അതിനകത്ത് അലങ്കരിക്കുന്ന ലൈറ്റുകളില്ല. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീടിനകത്ത് കടന്നുറങ്ങിയത് ഒരാടിന്റെ തോലുണ്ടായിരുന്നു. ഒരാടിന്റെ തോലുണ്ടായിരുന്നു. ഈ തോല് വിരിക്കും രാത്രി. ഈ തോല് വിരിച്ചിട്ട് ഈ തോലിന്റെ മുകളിൽ ആ ഫാത്തിമായും അലിയാര് തങ്ങളും കിടക്കണേ. മാർബിൾ ഇല്ല, ഗ്രാനൈറ്റ് ഇല്ല, തേച്ചിട്ടില്ല, ഒന്നുമില്ല, കല്ലിന്റെ മുകളില്. ഫാത്തിമ ബീവിയുടെ ചരിത്രം പറയുന്നുണ്ട്, എഴുന്നേക്കുമ്പോ അടയാളം ഉണ്ടെന്ന്. ഒരാടിന്റെ തോലെടുത്ത് വിരിച്ചിട്ടിട്ട് ഭാര്യയും ഭർത്താവും അതിന്റെ മുകളിൽ കിടക്കും. രാവിലെ എഴുന്നേറ്റ ഇതെടുത്ത് കുടഞ്ഞിട്ട്
ഒട്ടകത്തിന്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട്, കുതിരയുടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് തീറ്റിയും വെള്ളം ഇട്ട് കൊടുക്കും. അല്ലാഹു അഅലം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്കൊരു നന്മ പറഞ്ഞു തരാം. ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് പ്രയോജനമുള്ള രാത്രിയാകാൻ എന്റെ പ്രിയപ്പെട്ടവരെ ആരാണ് പറഞ്ഞു തരുന്നത്? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മഹാനവകൾ അവിടുന്ന് നിവേദനം ചെയ്യുകയാ, അന്ന ഫാത്തിമത്തു ബിൻത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ തൊട്ട് പടച്ചവനെ അലിയാര് തങ്ങൾ പറയുകയാണ്, പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോളും തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും അവിടുന്ന് ജീവിക്കുകയാണ്. അവരുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിച്ചവരാണ്. അവരുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിച്ചവരാ. പടച്ചവനെ, ഫാത്തിമ ബീവിക്ക് വല്ലാത്ത കഷ്ടപ്പാടാ. അലിയാര് തങ്ങൾ ഗൾഫുകാരനല്ല, ഒരുപാട് സമ്പത്തുള്ളവനല്ല, പാവപ്പെട്ടവരാണ്. പടച്ചവനെ, അലിയാര് തങ്ങളുടെ ജോലി എന്തെന്നറിയോ? ആദ്യമൊക്കെ പടച്ചവനെ പുല്ല് കെട്ടിയിട്ട് ഒട്ടകമുള്ള വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിച്ച പാവപ്പെട്ടവരാ. പടച്ചവനെ, അലിയാര് തങ്ങള് അവസാനമല്ല വീട്ടില് മാവ് കുഴയ്ക്കുകയാണ്. മാവ് കൊണ്ട് റൊട്ടി ഉണ്ടാക്കി പടച്ചവനെ മാവ് പൊടിച്ചിട്ട് അതുകൊണ്ടുണ്ടാക്കുന്ന വസ്തുക്കൾ കൊണ്ട് വിൽക്കുന്ന കുടുംബമാണ് ഫാത്തിമയുടെ കുടുംബം. വല്ലാത്ത ജോലിയാ പെങ്ങള്, വല്ലാത്ത കഷ്ടപ്പാടാ പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പഠിക്കണം. അതാ വീട്ടിൽ ചോറ് വെക്കുന്നതിനും കറി വെക്കുന്നതിനും തുണി കഴുകുന്നതിനും വീട് തൂക്കുന്നതിനും സങ്കടപ്പെടുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, പരാതി പറയുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. നിങ്ങൾ ജോലി ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കഷ്ടപ്പാടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പെങ്ങളെ, നീ പഠിക്കണം. നീ അറിഞ്ഞിരിക്കേണ്ട ചില നന്മകളുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുടെ കൈപൊട്ടിയിടിയിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ. ആരാ ഫാത്തിമ എന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, നാളെ സ്വർഗ്ഗത്തിന്റെ റാണികള്, സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാക്കന്മാര് 4 പെണ്ണുങ്ങളാ. 4 പെണ്ണുങ്ങൾ അല്ലാഹു അർബഅമിന് നിബിതങ്ങൾ പറഞ്ഞ സ്വർഗ്ഗത്തിന്റെ നായികമാര് 4 പേരാണ്. ആ 4 പെണ്ണുങ്ങളാണ് നിങ്ങളുടെ നേതാക്കന്മാര്. ആ 4 പെണ്ണുങ്ങളിൽപ്പെട്ട ഒരു പെണ്ണാണ് മഹ്ദി ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ പടച്ചവനെ ആട്ടുകല്ല് കൊണ്ട് അരി പിടിച്ച് ആ അരി ഇങ്ങനെ പൊടിച്ചിട്ട് 2 കൈയും പൊട്ടിയിരിക്കുകയാണ്. നിങ്ങളെ നീ ചിന്തിക്കും, ഉസ്താദേ അത് എങ്ങനെ പൊട്ടാനാണ്? ഫാത്തിമയ്ക്ക് സമയമില്ലടോ, ഫാത്തിമയ്ക്ക് സമയമില്ല. നിന്നെ പോലെയല്ല ഫാത്തിമ. നീ പഠിക്കും, നീ എപ്പോഴും പറയും സമയമില്ല സമയമില്ല. എന്റെ ജോലി എന്താണെന്ന് ആർക്കും അറിയില്ലല്ലോ. എങ്ങനെ ഫാത്തിമ ബീവിയുടെ ജോലി എങ്ങനെയെന്നറിയുമോ? ഫാത്തിമയ്ക്ക് ഹസനും ഹുസൈനും എന്ന് പറയുന്ന 2 മക്കളുണ്ട്. 2 പേരും 1 വയസ്സിന്റെ വ്യത്യാസം. ഫാത്തിമയുടെ ഹസനും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു 2 പേർക്കും 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ ഈ 2 മക്കളെയും തൊട്ടിലിൽ കിടത്തിയിട്ട് കൈകൊണ്ടാട്ടാ സമയമില്ല, കൈകൊണ്ടാട്ടി ഉറക്കാ സമയമില്ല. ഫാത്തിമ എന്ത് ചെയ്യുമെന്നറിയോ? ആ കാലിൽ ഒരു കയറ് കെട്ടിയിട്ട് അല്ലാഹുവേ ഇങ്ങനെ മാവ് പൊടിക്കുമ്പോ കാലിൽ കയറ് കെട്ടിയിട്ട് കാലുകൊണ്ട് ആട്ടിയാട്ടിയാ മക്കളെ ഉറക്കിയിരുന്നത്. നിങ്ങൾക്ക് ചരിത്രമെടുത്ത് വായിച്ചു നോക്കാം. ഇത് സീരിയലിന്റെ കഥയല്ല, ഇത് സിനിമാ കഥയല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കുടുംബ ജീവിതമാണ് പറയുന്നത്. പടച്ചവനെ, മാവ് പൊടിച്ചു ഫാത്തിമയുടെ കൈ പൊട്ടിയിരിക്കുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ പടച്ചവനെ വാപ്പാനെ കാണാൻ പോവുകയാണ്. അലിയാർ ഞങ്ങളോട് സങ്കടം പറഞ്ഞപ്പോ പൊട്ടിയ കൈ കാണി കുടിച്ചിട്ട് സങ്കടം പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ മകളതാ ഭർത്താവിനെ കൈ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ കൈ പൊട്ടി വല്ലാത്ത പ്രയാസമാ. സങ്കടത്തിലിരിക്കുന്ന ഫാത്തിമയെ കണ്ടപ്പോ അലിയാർ ഞങ്ങൾ പറഞ്ഞു, ഫാത്തിമ വീട്ടിൽ
ചെന്നിട്ട് വാപ്പയോട് പറ ഒരടിമയെ തരാൻ. ഒരുപാട് അടിമകളുണ്ടല്ലോ, നീ ചോദിച്ചാ വാപ്പ നിനക്കൊരടിമയെ തന്നാൽ വീട്ടിലെ ജോലികൾ ചെയ്യിപ്പിക്കാമല്ലോ, നിനക്കൊരു സഹായമാകുമല്ലോ. അതുകൊണ്ട് നീ ചെന്നിട്ട് നബി തങ്ങളോട് ഒരടിമയെ ചോദിക്കൂ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ എന്ന പിതാവിനെ കാണാൻ പോകുകയാ. നബി തങ്ങളെ തെരഞ്ഞു പോകുമ്പോ ഫാത്തിമ ചെല്ലുമ്പോ വാപ്പ വീട്ടിലില്ല. അല്ലാഹുവിന്റെ റസൂൽ എവിടോ പോയിരിക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് തന്റെ കൈ കാണിച്ചു കൊടുത്തിട്ട് സങ്കടം പറഞ്ഞു. ഉമ്മ, വാപ്പ വരുമ്പോ എന്റെ അവസ്ഥയൊന്ന് പറയണേ, ഒരടിമയെ തരാ പറയട്, ഒരടിമയെ തരാ പറയട്. ഫാത്തിമ സങ്കടപ്പെട്ടുകൊണ്ട് ഉമ്മയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അവിടുന്ന് കൈ കാണിച്ചു കൊടുത്തിട്ട് സങ്കടം പറഞ്ഞ് തിരിച്ചു വരികയാണ്. പടച്ചവനെ, നബി തങ്ങൾ അന്ന് വീട്ടിൽ വന്നപ്പോ താമസിക്കുകയാ. ഒരുപാട് താമസിച്ചാണ് നബി തങ്ങൾ വന്നത്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു കൊടുത്തു, യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, ഫാത്തിമ വന്നിരുന്നു നബിയേ. ഫാത്തിമയുടെ അവസ്ഥ വല്ലാത്ത സങ്കടമാണ്. പൊന്നുമോള് കൈപൊട്ടിയിരിക്കുകയാണ്. അവിടുത്തെ ജോലി ചെയ്ത് അതാ കല്ല് പിടിച്ച് കൈ രണ്ടും പൊട്ടിയിരിക്കുകയാണ്. സങ്കടപ്പെട്ടുകൊണ്ടാണ് വന്നത്. എനിക്ക് സഹിച്ചില്ല നബിയേ, ഫാത്തിമയുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുക്കുമ്പോ നബി തങ്ങൾ ആ രാത്രിയിൽ എഴുന്നേറ്റടോ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ മകളുടെ വീട്ടിലേക്ക് പാതിരാത്രി കടന്നു ചെല്ലുകയാണ്. നബി തങ്ങൾ ആ രാത്രിയിൽ തന്നെ പോയടോ. പൊന്നുമോളുടെ സങ്കടമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ ബീവിയുടെ വീട്ടിൽ ചെന്ന് രാത്രി അവിടെ നിന്ന് വിളിക്കുകയാ. രണ്ടുപേരും ഉറങ്ങാൻ കിടന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് വാതിൽ തുറന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ കടന്നു ചെല്ലുമ്പോ അലിയാര് തങ്ങളെ കിടക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, അവിടെ ഇരിക്കലിയേ, ആ ഇരിക്കുന്ന വിരിപ്പിൽ തന്നെ ഇരിക്കലിയേ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ പിടിച്ചടുത്തിരുത്തി. എന്നിട്ടും ഭാര്യയും ഭർത്താവിനോടും പൊന്നാര മകളുടെ കൈ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഈ കടപ്പുറത്ത് വാഴ കേൾക്കാമെന്ന വാപ്പമാരെ, ഒരു വാപ്പ എങ്ങനെയാകണമെന്ന് പഠിക്കൂ. പെൺമക്കളുള്ള ഉപ്പമാര് പഠിക്കേണ്ടതാണ്. മകൾക്ക് ഭർത്താവിന്റെ വീട്ടിൽ പല പ്രയാസങ്ങളും കാണും. കഷ്ടപ്പാടിന്റെ കഥ പറയും. നിന്റെ മരുമകൻ സമ്പന്നനാകണമെന്നില്ല, അവന് പാവപ്പെട്ടവനാകാം. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകാം. പക്ഷേ മക്കള് വീട്ടിൽ വന്ന് അവരുടെ ചെറുപ്പകാലമാണ്, അവർക്ക് പക്വത കുറവാണ്. അവര് പലതും നിന്റെ അടുക്കൽ വന്ന് പറയുമ്പോ ഒരു വാപ്പയാകണം ഉപ്പാ. ഒരു വാപ്പ എങ്ങനെയാകണമെന്നറിയോ? രണ്ട് കൈയും പൊട്ടിയിട്ട് സങ്കടം പറഞ്ഞ മകളുടെ കൈ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫാത്തിമ, പൊന്നാര മകളായ ഫാത്തിമ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ ഫാത്തിമ? നിന്റെ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ചു കൊടുത്താൽ, നിന്റെ ഭർത്താവിനും നിന്റെ മക്കൾക്കും ഭക്ഷണം വെച്ചു കൊടുത്താ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ ഫാത്തിമ? ഭർത്താവിന്റെ വസ്ത്രം കഴുകി കൊടുക്കണം ഫാത്തിമ. ഭർത്താവിന്റെ തുണി കഴുകുന്ന പെണ്ണിന് കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? ഭക്ഷണം വെച്ചു കൊടുക്കുന്ന പെണ്ണിന് കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? ഭർത്താവിന്റെ തലയിൽ എണ്ണ തേക്കുന്ന പെണ്ണിന് കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? മക്കൾക്ക് പാല് കൊടുക്കുന്ന ഉമ്മയ്ക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? പെങ്ങളെ, എന്നെ അടുക്കളയിൽ പൂട്ടിക്കിട്ടിരിക്കുകയാണ് എന്ന സങ്കടം പറയുന്ന യുവത്വമേ, നിനക്കറിയുവോ? ആ അടുപ്പിന്റെ ചുവട്ടിൽ കിടന്നിട്ട് പടച്ചവനെ ജോലി ചെയ്യുമ്പോ നിന്റെ ശരീരം വിയർക്കുമല്ലോ. ഇട്ടിരിക്കുന്ന മാക്സിയിലൂടെ, ഇട്ടിരിക്കുന്ന ചുരിദാറിന്റെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളി ഒഴുകുന്ന പെങ്ങള്,
നിനക്കറിയുവോ അതിന്റെ പ്രതിഫലം എന്താണെന്ന്? ആ വിയർപ്പ് തുള്ളിയുടെ പ്രതിഫലം എന്തെന്നറിയുവോ? ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെക്കാൻ അടുപ്പിന്റെ ചുവട്ടിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ വിയർത്ത് ഒരു തുള്ളി വിയർപ്പ് താഴെ വീണ നരകത്തിൽ നിന്ന് രക്ഷയാ ഉമ്മ. നീ നിന്റെ ഭർത്താവിന്റെ തുണി കഴുകി കൊടുക്കൂ, ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുക്കൂ, ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ചു കൊടുക്കൂ. നിന്റെ മക്കൾക്ക് പാല് കൊടുക്കുന്ന പെങ്ങള് ജിഹാദിന്റെ കൂലിയാ മോളെ. 2 വയസ്സുവരെ നിന്റെ ആരോഗ്യം പരിഗണിക്കാതെ നിന്റെ മക്കൾക്ക് നീ പാല് കൊടുത്താ സയ്യിദാ ജിഹാദിന്റെ കൂലി അല്ലാഹു തരും പെങ്ങള്. ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിക്കൂ, ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കടോ. കണ്ടവന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നില്ല, കണ്ടവന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നില്ല. എങ്കിലും ഇന്ന് വാഴ കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ പറ്റുമോ? പെങ്ങളെ നിനക്കും മടിയാ മോളെ, ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കാൻ നിനക്കും മടിയാ. എന്റെ പ്രിയപ്പെട്ടവര് അങ്ങനെ ചിരിക്കണം പെങ്ങള്. ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പരിഹസിക്കലല്ല, കളിയാക്കലല്ല. ആത്മാർത്ഥമായി സ്നേഹത്തോടെ നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയൊന്ന് പുഞ്ചിരിക്ക്. അതാ ജോലി കഴിഞ്ഞ് കടലിൽ പോയി മീൻ പിടിച്ച് വിയർത്തൊലിച്ച് വൈകുന്നേര സമയത്ത് ശരീരം തളർന്നുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിന് വീടിന്റെ കവാടത്തിൽ കാത്തു നിന്നിട്ട് വീട്ടിലേക്ക് ക്ഷീണിച്ച് കടന്നു വരുന്ന ഭർത്താവിനെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സലാം പറഞ്ഞ് സ്വീകരിച്ചു വീട്ടിലേക്ക് കയറി വരുമ്പോ നിന്റെ ചുമലിൽ കിടക്കുന്ന നിന്റെ തലയിൽ കിടക്കുന്ന ഷാളിന്റെ ഒരു തുമ്പെടുത്ത് ഭർത്താവിന്റെ നെറ്റിത്തടമൊന്ന് തുടച്ചു കൊടുക്ക്. പെങ്ങളെ, ഇതിനാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് എന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കൈ കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല കൈ പിടിച്ചിട്ട് ഫാത്തിമയോട് പറയുന്നു, ഫാത്തിമ വീട്ടിൽ വന്ന് അടിമയെ ചോദിച്ചല്ലോ, എങ്കിൽ അതിനെക്കാളും നിനക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ, പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാ നിനക്ക് ഞാനൊരു നന്മ പറഞ്ഞു തരട്ടെയോ ഫാത്തിമ? അലിയാര് ഞങ്ങൾ അടുത്തിരിക്കുന്നുണ്ട്. പറഞ്ഞതാ വാപ്പാ, പറഞ്ഞതാ വാപ്പാ. വീട്ടുജോലിയിൽ കഷ്ടപ്പെട്ട് കൈപൊട്ടിയിരുന്ന പൊന്നുമോള് പരാതി പറഞ്ഞപ്പോ, ഒരടിമയെ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്ത നന്മ എന്തെന്നറിയുവോ ഫാത്തിമ? അടിമയെ കിട്ടുന്നതിനേക്കാൾ നിനക്ക് പ്രയോജനമുള്ള അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ? പറഞ്ഞതാ വാപ്പാ. നിബിധങ്ങൾ പറഞ്ഞു കൊടുത്തു, ഫാത്തിമ കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 33 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറ ഫാത്തിമ. അത് നിനക്ക് പ്രയോജനമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പെങ്ങളെ അലിയാര് തങ്ങൾ പറയുകയാ, ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ലാഹ്. അന്ന് നബി തങ്ങൾ ഇത് പറഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ അന്ന് രാത്രി ആ വിരിപ്പിൽ പിരിച്ചിരുത്തിയിട്ട് നബി തങ്ങൾ പറഞ്ഞതിന് ശേഷം മരിക്കുന്ന കാലം വരെ ഞാൻ മുടക്കിയിട്ടില്ല സഹാബ. മരിക്കുന്ന കാലം വരെ അലിയാര് തങ്ങളത് മുടക്കിയിട്ടില്ല, ഫാത്തിമ ബീവി അത് മുടക്കിയിട്ടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്.
നബിതങ്ങൾ പറഞ്ഞു കൊടുത്തു, ഫാത്തിമ ഉറങ്ങുന്നതിന് മുമ്പ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 33 പ്രാവശ്യം 34 പ്രാവശ്യം അല്ലാഹു അക്ബർ ഇത് നീ പറ, ഇത് നിനക്ക് പ്രയോജനമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 33 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറ ഫാത്തിമ, അത് നിനക്ക് പ്രയോജനമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പെങ്ങളെ അലിയാർ തങ്ങൾ പറയുകയാ, ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ലാഹ്. അന്ന് നബി തങ്ങൾ ഇത് പറഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ അന്ന് രാത്രി ആ വിരിപ്പിൽ പിരിച്ചിരുത്തിയിട്ട് നബി തങ്ങൾ പറഞ്ഞതിന് ശേഷം മരിക്കുന്ന കാലം വരെ ഞാൻ മുടക്കിയിട്ടില്ല സഹാബ. മരിക്കുന്ന കാലം വരെ അലിയാർ തങ്ങളത് മുടക്കിയിട്ടില്ല, ഫാത്തിമ ബീവി അത് മുടക്കിയിട്ടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. വിധങ്ങൾ പറഞ്ഞു കൊടുത്തു, ഫാത്തിമ ഉറങ്ങുന്നതിന് മുമ്പ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 33 പ്രാവശ്യം 34 പ്രാവശ്യം അല്ലാഹു അക്ബർ ഇത് നീ പറ, ഇത് നിനക്ക് പ്രയോജനമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.